ഇപ്പോൾ കിട്ടിയ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വിവാദ പ്രസ്താവന മന്ത്രി സജി ചെറിയാൻ പിൻവലിച്ചിരിക്കുന്നു. താൻ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതെന്നാണ് ന്യായീകരണം. പാർട്ടി ഇടപെട്ടതിന് പിന്നാലെ ഖേദം പ്രകടിപ്പിച്ച് വാർത്താക്കുറിപ്പിറക്കിയിരിക്കുകയാണ്. റോഷിപാലും റഹീസ് റഷീദും വിവരങ്ങളുമായി ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, എന്താണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്? സ്മൃതി, വിവാദമായ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന ഇപ്പോൾ സജി ചെറിയാൻ തിരുത്തുകയാണ്. അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. അതിൽ വാർത്താക്കുറിപ്പിൽ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞു എന്ന നിലയിൽ നടത്തുന്ന പ്രചാരണം എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ സ്വീകരിച്ചതും പുലർത്തുന്നതുമായ മതനിരപേക്ഷമായ എന്റെ നിലപാടിനെ വ്രണപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നടക്കുന്ന വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങൾ. മതചിന്തകൾക്ക് അതീതമായ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ജാതിമത വ്യത്യാസമില്ലാതെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എന്റെ പൊതുജീവിതത്തെ വർഗീയതയുടെ ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ പ്രസ്താവന വളച്ചൊടിച്ചാണെങ്കിലും ആ പ്രചാരണം തന്റെ സഹോദരങ്ങൾക്ക് പ്രയാസവും വേദനയും ഉണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും ആത്മീയ നേതാക്കളും തെറ്റിദ്ധരിച്ചു എന്നതും വേദനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ തെറ്റിദ്ധരിച്ചെന്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന പ്രസ്താവന പിൻവലിക്കുന്നതായി മന്ത്രി സജി ചെറിയാൻ പറയുന്നു. ഒടുവിൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരുപക്ഷെ മന്ത്രി സജി ചെറിയാൻ ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പിലൂടെ നേരത്തെ എടുത്ത നിലപാട് കാസർഗോഡും മലപ്പുറവുമായി ബന്ധപ്പെടുത്തി നടത്തിയ വിവാദ പ്രസ്താവന, ആ പ്രസ്താവന പിൻവലിക്കുകയും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് മന്ത്രി സജി ചെറിയാൻ. മാത്രവുമല്ല, ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ വളച്ചൊടിച്ചു എന്നാണ് മന്ത്രി സജി ചെറിയാന്റെ വാദം. ആദ്യ ദിവസം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാദങ്ങൾ അത് തൊട്ടുപിറ്റിയെന്ന് സമാനമായ നിലപാട് സജി ചെറിയാൻ ആവർത്തിച്ചപ്പോൾ ഒടുവിൽ CPM നേതൃത്വം തന്നെ ഇടപെട്ട മന്ത്രി സജി ചെറിയാനെ കൊണ്ട് തിരുത്തിപ്പിക്കുകയാണ്. അങ്ങനെ വാർത്താക്കുറിപ്പിറക്കി. വാർത്താ സമ്മേളനമില്ല, അതിനു പകരം ഒരു വാർത്താക്കുറിപ്പായി ഇത് പിൻവലിക്കുന്നു. ആ പ്രസ്താവന പിൻവലിക്കുകയും നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അത് സഹോദര മതങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ, ആത്മീയ പണ്ഡിതർക്കുണ്ടായ പ്രയാസങ്ങൾ, അതൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഭാഗമായി താൻ ഇറക്കിയ പ്രസ്താവന വളച്ചൊടിച്ചത് കാരണമാണ് അവർക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കിയത് എന്ന വാദമാണ് മന്ത്രി സജി ചെറിയാൻ ഉയർത്തുന്നത്. ഏതായാലും പ്രതിപക്ഷം സജി ചെറിയാന്റെ പ്രസ്താവന ആയുധമാക്കി മന്ത്രിയുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ട് വലിയ സമരത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് മന്ത്രി സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ച തന്നെയാണ് ഒടുവിൽ ഖേദപ്രകടനത്തിലേക്ക് സജി ചെറിയാൻ എത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാണ്. നിർവ്യാജം ഖേദം എന്നുള്ളതാണ് വാചകം. റഹീസ് റഷീദിലേക്ക്. റഹീസ്, ഈ മന്ത്രിയുടെ പ്രസ്താവന വന്നതിന്റെ തൊട്ടു പിന്നാലെ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം ആരാഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. രണ്ടാമത്തെ പ്രതികരണം ഒരു വാചകത്തിൽ ചുരുക്കിയായിരുന്നു. പക്ഷേ അതിലുള്ള ഈ പ്രതികരണത്തിലുള്ള അതൃപ്തി വളരെ വ്യക്തമായി തന്നെ പാർട്ടി സെക്രട്ടറി പ്രകടിപ്പിച്ചതാണ്. പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാൻ ആ ഉത്തരവാദിത്വത്തിൽ വെള്ളം ചേർത്തിരിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പോൾ ഈ ഖേദപ്രകടനവും പ്രസ്താവന പിൻവലിക്കലും വേണ്ടി വന്നിരിക്കുന്നത്? റഹീസ്, സ്മൃതി, സജി ചെറിയാൻ മലപ്പുറം കാസർഗോഡ് പരാമർശം നടത്തിയതിൽ പാർട്ടിക്കകത്ത് എല്ലാ നേതാക്കൾക്കും എതിർപ്പായിരുന്നു. അതുണ്ടാക്കുന്ന ഗുണമല്ല ദോഷമാണ് എന്ന വിലയിരുത്തൽ പാർട്ടി നേതൃത്വം ഒന്നാകെ എത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നേതൃത്വം സജി ചെറിയാനോട് പറഞ്ഞതിൽ പാർട്ടിയുടെ പിന്തുണയില്ല, തിരുത്തണം എന്ന നിലപാട് അറിയിച്ചത്. അതിന് പിന്നാലെയാണ് ആദ്യം വാർത്താ സമ്മേളനം വിളിക്കുകയും പിന്നീട് വാർത്താ സമ്മേളനം വേണ്ട, അതൊരു വാർത്താക്കുറിപ്പായി പുറത്തിറക്കാനുള്ള തീരുമാനവും എടുത്തത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും അധികം എതിർപ്പുള്ള പാർട്ടി നേതാക്കളിൽ ഒരാളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഇത് സംബന്ധിച്ച് 2 തവണയാണ് മാധ്യമപ്രവർത്തകർ പ്രതികരണം ചോദിച്ചത്. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കൊച്ചിയിലുമാണ്. 2 തവണയും അദ്ദേഹം ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ പോയി. ഇന്നലെ കൊച്ചിയിൽ വെച്ചാണെങ്കിൽ എല്ലാ തരത്തിലുള്ള വർഗീയതയും ഞങ്ങൾ എതിർക്കും എന്ന തരത്തിലൊരു മറുപടിയാണ് നൽകിയത്. പാർട്ടി ഇക്കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്തു. അതിലെത്തിയ ഒരു നിഗമനം എന്ന് പറയുന്നത്, ഈ സജി ചെറിയാൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് കൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾ മാത്രമല്ല, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം മാത്രമല്ല CPIMന് എതിരായി വരിക, പകരം കേരളത്തിൽ ഇപ്പോഴും മതേതര മനസ്സുള്ള മനുഷ്യന്മാരാണ് കൂടുതലുള്ളത്. അവരെല്ലാം വർഗീയത, അത് ഏതു മതവുമായി ബന്ധപ്പെട്ട
വർഗീയത പറഞ്ഞാലും അതിനെതിരെ വരുന്നത് ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, മതേതര സ്വഭാവമുള്ള എല്ലാ ആളുകളും അതിനെതിരായ നിലപാട് സ്വീകരിക്കും. അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന നിലപാടായിരുന്നു സംസ്ഥാന നേതൃനിലയിലുള്ള നേതാക്കൾക്കെല്ലാം. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രതികരണം സജി ചെറിയാൻ നടത്തിയത് കൊണ്ട് കേരളത്തിലെ മറ്റു ഇതര മുസ്ലിം ഇതര വിഭാഗങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ആരൊക്കെയായിരുന്നു സ്ഥാനാർത്ഥി, അവിടെ എത്ര പേർ ഏതൊക്കെ സമുദായത്തിൽ നിന്ന് വിജയിച്ചു, ഓരോ പാർട്ടിയുടെയും ജില്ലാ സെക്രട്ടറിമാരുടെ കണക്ക്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ കണക്ക്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ കണക്കൊക്കെ എടുത്ത് അതിലെത്ര മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, ഹിന്ദു ഉണ്ട് എന്ന് മതം തിരിച്ച് കണക്കെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. പ്രതിരോധത്തിലാവുന്ന ചില കാഴ്ചകളും കണ്ടു എന്നുള്ളതാണ്